ഇൻലൈൻ ചെക്കർ, വൊക്കേഷണൽ തിയറി, ഓൺലൈൻ ക്ലാസ് വോളിയം 13. ബെനിഫിറ്റ്സ് ഓഫ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ആരോഗ്യപരമായ ഒരു ജീവിതശൈലിയുടെ പ്രയോജനങ്ങൾ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് നോക്കാം. Ensure your own actions reduce risk to health and safety. ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും അപകടം കുറയ്ക്കുന്നതിന് സ്വന്തം പ്രവർത്തനം നമ്മൾ ഉറപ്പുവരുത്തുക. First one is identify the hazards and risk in the workplace. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അപകട സാധ്യതകളും ഹസാർഡ്സും തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. Then reduce the risk to health and safety in the workplace. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. Then value of physical fitness, personal hygiene and good habits. ശരീരത്തിൻ്റെ ഫിറ്റ്നസ്, അതായത് ആരോഗ്യം, വ്യക്തി ശുചിത്വം, നല്ല സ്വഭാവങ്ങൾ എന്നിവ നമുക്ക് എന്ത് ഗുണങ്ങൾ തരുന്നു എന്ന് നോക്കാം. Regular exercise and physical activity promotes overall health. സ്ഥിരമായ വ്യായാമവും കായിക ശരീരത്തിന് ആയാസം കിട്ടുന്ന പ്രവൃത്തികളും നമ്മുടെ മൊത്തം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. Good personal hygiene is one of the best ways to protect yourself from getting illness and help prevent you from spreading diseases to other people. നല്ല വ്യക്തി ശുചിത്വമുണ്ടെങ്കിൽ അത് അസുഖം വരാതിരിക്കുന്നതിനും നമ്മളിൽ നിന്ന് അസുഖം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുന്നതിനും ഉതകുന്നതാണ്, അല്ലെങ്കിൽ സഹായിക്കുന്നതാണ്. Next, good habits like get up early, regular physical exercise, enough sleep, balanced diet, and abstaining from alcohol, tobacco, and drugs promote good health. നല്ല ആരോഗ്യത്തിനായി നല്ല ശീലങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. ഉദാഹരണത്തിന് രാവിലെ നേരത്തെ ഉണരുക, എല്ലാ ദിവസവും കായിക പ്രവർത്തികൾ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക,
ആവശ്യത്തിന് ഉറങ്ങുക, 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക, സമീകൃതമായ ആഹാരം കഴിക്കുക, മദ്യപാനം, പുകവലി, മറ്റ് ഡ്രഗ്സ് പോലെയുള്ള ദുശീലങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. Benefits of a healthy lifestyle continued. ആരോഗ്യപരമായ ജീവിതശൈലിയുടെ ഗുണങ്ങൾ തുടരുന്നു. അടുത്തതായി, ഇഫക്റ്റ് ഓഫ് ആൽക്കഹോൾ, ടൊബാക്കോ ആൻഡ് ഡ്രഗ്സ് ഓൺ യുവർ ബോഡി. മദ്യപാനവും പുകവലിയും മയക്കുമരുന്നുകളുടെ ഉപയോഗവും നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. 1. ബ്രെയിൻ വർക്കിംഗ് ഈസ് ബാഡ്ലി എഫക്റ്റഡ്. തലച്ചോറിൻ്റെ പ്രവർത്തനം മോശമാവുന്നു. ഹാർട്ട് ഫങ്ഷനിങ് വിൽ ബി എഫക്റ്റഡ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശമാകുന്നു. ലിവർ, ലങ്സ്, പാൻക്രിയാസ് ആൻഡ് കിഡ്നീസ് വിൽ ബി ഡാമേജ്ഡ്. കരള്, ശ്വാസകോശം, പാൻക്രിയാസ്, വൃക്ക എന്നിവ മോശമാകുന്നു. Can cause cancer, stroke or heart attack. ക്യാൻസറോ പക്ഷാഘാതമോ ഹൃദയാഘാതമോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Badly affects the immune system. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. എൻവിറോൺമെൻ്റൽ മാനേജ്മെൻറ്റ്. ഒരു ഫാക്ടറി സംവിധാനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കേണ്ടതാണ്. അത് പരിസ്ഥിതിയെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നോക്കാം. 1. എൻവിറോൺമെൻ്റൽ മാനേജ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ വർക്ക് പ്ലേസ്. ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ അല്ലെങ്കിൽ സ്ഥലത്ത് എൻവിറോൺമെൻ്റൽ, അതായത് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കണം, പ്രൊസീജിയറുകൾ ഉണ്ടായിരിക്കണം. അതിൽ പ്രധാനമായിട്ടുള്ളത് റിഡക്ഷൻ ഓഫ് വേസ്റ്റ് ആൻഡ് റിഡക്ഷൻ ഓഫ് റിസോഴ്സസ് കൺസംഷൻ, റീയൂസ് ആൻഡ് ഓർ റീസൈക്ലിംഗ്. നമ്മുടെ ഉൽപാദന പ്രക്രിയയിൽ വേസ്റ്റ് കുറയ്ക്കുക, അതായത് പാഴായി പോകുന്ന ഗുണനിലവാരം ഉള്ള വസ്തുക്കളോ ഇല്ലാത്തതോ ആയ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പാഴായി പോകുന്ന വസ്തുക്കൾ വളരെ കുറയ്ക്കുക, അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്രോതസ്സുകളിൽ, ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാബ്രിക്, അതുപോലെ തന്നെ മെഷീനിലും മറ്റും ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾസൊക്കെ ഇതിൻ്റെ ഉപഭോഗം കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ ഓരോ സംഗതികളും അല്ലെങ്കിൽ ഓരോ ഉൽപ്പന്നങ്ങളും വീണ്ടും ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ റീയൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം.
ഉദാഹരണത്തിന് മലിനജലം ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിക് ഉരുക്കി വീണ്ടും ഉപയോഗിക്കുന്നത് എന്നതുപോലത്തെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എൻവിറോൺമെൻ്റൽ മാനേജ്മെൻറ്റ് പ്രൊസീജിയർ ഒരു ഫാക്ടറിയിൽ ഉദ്ദേശിക്കുന്നത് വേസ്റ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ നമുക്കിടെ വിഭവങ്ങൾ, റിസോഴ്സസിൻ്റെ ഉപഭോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ ഒരിക്കൽ ഉപയോഗിച്ച വസ്തു ശുദ്ധീകരിച്ചോ അല്ലെങ്കിൽ ശുദ്ധീകരിക്കാതെ വീണ്ടും ഉപയോഗിക്കുന്നതിനും ഊർജം എന്നിവ പോലെയുള്ളവ സംരക്ഷിക്കുന്നതിനും നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ്. പരിസ്ഥിതി ആഘാത പഠനം. This is a procedure which provides that environmental effects are taken into account before making decisions. നമ്മൾ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഉൽപാദന പ്രക്രിയയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ പരിസ്ഥിതി ആഘാതവും കണക്കിലെടുക്കണം. EIA includes identification of positive and negative effects of planned projects on the environment, determination of the measures to be taken to forestall and decrease these negative effects, and monitoring the implementation of the projects. അതായത് ഒരു ഉൽപാദന പ്രക്രിയ തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു അപ്പാരൽ ഫാക്ടറി തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനം, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് പരിസ്ഥിതിയെ ബാധിക്കുന്നതിൻ്റെ ആഘാതം കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കുകയും അതുപോലെ തന്നെ അത് നടപ്പിൽ വരുത്തുന്നതിനും അത് അനുദിനം നിരീക്ഷിക്കുന്നതിനും സംവിധാനം ഉണ്ടായിരിക്കണം. Next is Environmental Management System, EMS. It aims at a management of activities that are linked to each other, have an environmental impact or have potency. ഒരു പരിസ്ഥിതി ആഘാതമുള്ള എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്, ഒരു ആക്ടിവിറ്റി ഇവിടെ മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫേസസ് ഓഫ് ദിസ് സിസ്റ്റം, ഇതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? എൻവിറോൺമെൻ്റൽ പോളിസി, ഒരു പരിസ്ഥിതി നയരൂപീകരണം. പ്ലാനിംഗ്, എൻവിറോൺമെൻ്റൽ പ്ലാനിംഗ്, അതായത് പരിസ്ഥിതി ആസൂത്രണം ചെയ്യുക, മാനേജ്മെൻറ്റ്. ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ, അത് നടപ്പിൽ വരുത്തുന്നത്. കൺട്രോൾ ആൻഡ് കറക്ഷൻ പ്രോസസ്സ്, അത് നിയന്ത്രിക്കുകയും അതിൻ്റെ ആഘാതം ഉണ്ടാകുന്നത് തിരുത്തുകയും ചെയ്യണം. മാനേജ്മെൻറ്റ് ഇൻസ്പെക്ഷൻ, ഇത് നടക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ സിസ്റ്റം ഇൻസ്പെക്ട് ചെയ്യുക എന്നിവയാണ് ഇതിൻ്റെ വിവിധ ഘടകങ്ങൾ. It provides a mechanism to firms for thinking about the environment, deciding what to do and planning how to do it. Actually applying it
and correcting deviations in the plan. ഈ ഒരു EMS അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഒരു ഫാക്ടറിക്ക് പരിസ്ഥിതിയെ പറ്റി തീരുമാനമെടുക്കുന്നതിനും അതിനെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും അത് നടപ്പിൽ വരുത്തുമ്പോഴുള്ള വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തതിൽ നിന്നുള്ള ഏറ്റക്കുറച്ചിലുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുകയുമാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. അതായത് ജീവിതചക്രം പഠിക്കുക. ഒരു ഉൽപ്പന്നത്തിൻ്റെ അതിൻ്റെ ഉൽപാദനം മുതൽ അതിൻ്റെ അന്ത്യം വരെയുള്ള കാര്യങ്ങളിൽ പരിസ്ഥിതിയെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരു ഗാർമെൻ്റ് ആണെങ്കിൽ അത് നമ്മൾ ഉപഭോക്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു, പിന്നീട് അത് എങ്ങനെ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണോ, ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയപ്പെടുകയാണോ, അല്ലെങ്കിൽ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യപ്പെടുന്നു, അത് പരിസ്ഥിതിയിൽ എന്ത് ആഘാതങ്ങൾ വരുത്തുന്നു എന്നുള്ളതൊക്കെയാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റിലൂടെ പഠിക്കുന്നത്. The LCA can be used systematically to analyze and to prevent, mitigate negative impacts on the environment caused by the goods and services from production to disposal, and to determine the resources used throughout their life cycle and to improve opportunities. ഇങ്ങനെ നമ്മുടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം പരിസ്ഥിതിയിൽ എന്തൊക്കെ നെഗറ്റീവ് ആഘാതങ്ങൾ വരുത്തുന്നുണ്ട്, അവ കുറയ്ക്കാനായിട്ട് എന്തൊക്കെ നടപടികൾ എടുക്കാം, ഭാവിയിൽ ഇത് പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായമാക്കേണ്ടത് എങ്ങനെ.